Hello everyone, this is Miss Sridevi. അപ്പോൾ നമ്മൾ ഇന്ന് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഫൈനൽ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ, പിന്നെ nth ടേം കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ, പിന്നെ ഒരു ടേം തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ടേമും ഒരു സീക്വൻസും തന്നിട്ടുണ്ടെങ്കിൽ ആ ടേം ആ സീക്വൻസിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ. അങ്ങനെ കഴിഞ്ഞ സെഷൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെ പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്തു. ഇനി കുറച്ചും കൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കൺസെപ്റ്റ് ക്ലിയർ ആവാൻ. ഓക്കെ, നമുക്കപ്പോൾ അതിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write 4 arithmetic sequence with sum of the first 4 terms 100. അപ്പം നമ്മൾ 4 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. 4 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. എങ്ങനെ എഴുതേണ്ടത്? സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. ആ 4 അരിത്മെറ്റിക് സീക്വൻസിലും ആ 4 ടേംസിൻ്റെ സം എന്തായിരിക്കണം? 100 ആയിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് S4 is equal to 100 ആയിരിക്കണം അല്ലേ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ടേംസ് വരുന്നത്? ഒന്ന് x1, x2, x3, x4. ഓക്കെ, അപ്പം നമ്മൾ പേഴ്സൺ പ്രോപ്പർട്ടി കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ എന്താണ് രണ്ട് പൊസിഷൻസ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ x1, x2, x3, x4 ചിലപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മും ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മും എന്താണ് ഇത് സെയിം ആയിരിക്കും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ പൊസിഷൻസ് രണ്ടെണ്ണം, ഇപ്പോൾ 3ഉം 2ഉം 3 + 2 5 അല്ലേ. ഇവിടെ 4 + 1 5. അപ്പോൾ പൊസിഷൻസ് സെയിം ആയിട്ട് പൊസിഷൻസിൻ്റെ സമ്മ് സെയിം ആയിട്ടുള്ളവരുടെ ആ രണ്ട് ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 3 + 2 5 4 + 1 5. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ടേംസിൻ്റെയൊക്കെ നമ്മൾ സമ്മ് എടുത്തപ്പോൾ എന്താണ് പൊസിഷൻസിൻ്റെ സമ്മ് എടുത്തപ്പോൾ സെയിം കിട്ടി. അപ്പോൾ എന്താ x2 + x3 എന്ന് പറയുന്നത് x1 + x4 ഈക്വലാണ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി അപ്പം എന്താ നമുക്ക് ആ ഒരു കണ്ടീഷൻ തന്നെ എടുക്കാം. എന്താണ് x2 + x3 = x1 + x4. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സമ്മും ഇതിപ്പോൾ എത്ര പെയേഴ്സ് ഉണ്ട്? 2 പെയേഴ്സ് ഉണ്ട് അല്ലേ. x1ഉം x4ഉം x2 x3 അങ്ങനെ. അപ്പോൾ നമുക്ക് 2 പെയർസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സം എത്ര തന്നെ? 100. അപ്പം ഒരു പെയറിൻ്റെ സം എന്ന് പറയുമ്പം എത്ര വരും? മൊത്തം ടോട്ടൽ 2 പെയേഴ്സ് അല്ലേ. ഏതൊക്കെയാ? ഒന്ന് x1ഉം x4ഉം ക്ലബ് ചെയ്ത് പിന്നെന്താ x2ഉം x3ഉം അല്ലേ. 4 + 1 5ഉം 3 + 2 5ഉം. അപ്പോൾ ടോട്ടൽ സം എത്ര തന്നിരിക്കണം? S4ൻ്റെത് 100. അപ്പം ഒരു പെയറിൻ്റെ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം എന്ന് പറയുമ്പം മൊത്തം 2 പെയർസില്ല. അപ്പോൾ 100/2 എത്രയാണ്? 50. അപ്പോൾ x1 + x4 = x2 + x3 = 50. ഇനി നോക്കിക്കേ, x2 + x3 = 50 എന്നും കിട്ടി, x1 + x4 = 50 എന്ന് കിട്ടി. അപ്പം ഞാനിവിടുന്ന് x1 + x4 = 50 എടുക്കാൻ പോവാം. x1 + x4 = 50 എന്നെടുത്ത് x1നെ ഞാൻ അതുപോലെ തന്നെ എഴുതി. x4നെ ഞാൻ എങ്ങനെയാണ്? നമ്മൾ ഒരു ടേം nth ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചല്ലോ. ഫസ്റ്റ് ടേം ഇൻറ്റു a + n - 1 × d, അല്ലെങ്കിൽ എഫും നമ്മൾ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുമല്ലോ. f + n - 1 × d എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്താണ് n - 1 × d? ഇവിടെ എന്താണ് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ 4 കൊടുക്കാം അല്ലേ. അപ്പം എത്ര? a + 3d എന്ന് വരും അല്ലേ. x4 = a + 3d. a എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം എന്താ? x1 ആണ്. അപ്പം എന്താണ് x1 + 3d എന്ന് വരും. ഓക്കെ, അപ്പം x4ൻ്റെ അവിടെ ഞാൻ x1 + 3d = 50 എന്ന് എഴുതി. ഓക്കെ, ഇനി 2x1 + 3d = 50. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് 4 അരിത്മെറ്റിക് സീക്വൻസസ് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് എന്താ കോമൺ ഡിഫറൻസ് ഞാൻ പലതിട്ട് കൊടുത്ത് ഞാൻ ആ 4 സീക്വൻസസ് കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ അതിന് എനിക്ക് എന്ത് വേണം? ഈ ഫസ്റ്റ് ടേം വേണം. അപ്പം ഞാൻ ആദ്യം എന്താണ്
ഡി ഇസ് ഈക്വൽ ടു 0 എന്നെടുത്ത്. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും? 2x1 ഇസ് ഈക്വൽ ടു ഈ ഡി 3 ഇൻറ്റു 0 എന്നാ 0 ആവും. അപ്പോൾ 2x1 ഇസ് ഈക്വൽ ടു 50 ആവും. x1 ഇസ് ഈക്വൽ ടു 50/2 എത്രയാവും? 25 കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേം എന്താണ്? 25. ഓക്കെ, അപ്പം എന്താ ഇത് ഈ 25 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 + x4 ഇസ് ഈക്വൽ ടു 50 അവിടെ. അപ്പം എനിക്ക് എന്ത് കിട്ടും? x1 എന്നും പറഞ്ഞ് എനിക്ക് 25 കിട്ടി. ഇനി x1 + x4 ഇസ് ഈക്വൽ ടു 50 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. x1 25 കൊടുത്തു, അപ്പം x4 ഇസ് ഈക്വൽ ടു 50. അപ്പം x4 എന്ത് കിട്ടും? 25 തന്നെ കിട്ടും. അപ്പം x1ഉം x4ഉം നമുക്ക് 25 കിട്ടും അവിടെ. അപ്പോൾ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ എന്താണ് നമുക്ക് ഇത് ഡി 0 ആയിട്ട് എടുത്തപ്പോഴാണ് നമുക്ക് x1ഉം x4ഉം 25 ആയിട്ട് കിട്ടിയത് അല്ലേ? ഡി ഇസ് ഈക്വൽ ടു 0 എടുത്തപ്പം. അപ്പം ദെൻ ദ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് എത്ര വരും? ആദ്യം x1 25 എന്ന് നമ്മുടെ കയ്യിലുണ്ട്, x4 ഇപ്പം കിട്ടി അല്ലേ? ഇനി ഇവിടെ 25 കഴിഞ്ഞ് 25ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എന്താണ്? 0. 25 + 0 25 തന്നെ. ഇവിടെയും 25 + 0 25 തന്നെ. x4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം എന്തായാലും 25. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 0. ഓക്കെ, ഇനി നമ്മൾ എത്ര അരിത്മെറ്റിക് സീക്വൻസാണ് പറഞ്ഞിരിക്കുക? 4 അരിത്മെറ്റിക് സീക്വൻസ്. ഇനി ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ എന്ത്? 2x1 + 3d is equal to 50 അല്ലേ? 2x1 + 3d is equal to 50. ഓക്കെ, ഇനി d is equal to 1 എന്ന് ഞാൻ കൊടുത്ത്. ഓക്കെ, d is equal to 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2x1 + 3 is equal to 50. ഇനി 2x1 is equal to 50 - 3 എത്ര വരും? 47 വരും. ഓക്കെ, അപ്പോൾ x1 is equal to 47 / 2 എത്ര വരും? 2 2s are 4, 3 2s are 6, അപ്പോൾ 23.5 വരും. ഓക്കെ, 23.5 വരും. അപ്പം എന്താ? x1 23.5 ആണെങ്കിൽ നമുക്ക് x1 + x4 എത്രയുണ്ട്? 50 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 23.5 + x4 is equal to 50. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ട്. ഇനി x1 എന്ത് വരും? 50 - 23.5. അപ്പം എത്രയാ? 50ൽ നിന്ന് 23.5 കളയും. അപ്പം നമുക്ക് ഇവിടെ 9, ഇവിടെ 4, 9ൽ നിന്ന് 3 പോയാൽ 6, 4 × 5 26.5 വരും. ഓക്കെ, 26.5. നമ്മൾ ഡി എന്തെടുത്തപ്പോഴാണ്? 1 എടുത്തപ്പം അല്ലേ? അപ്പോൾ സീക്വൻസ് എന്ത് വരും? ഡി 1 എടുത്തപ്പോൾ ഇനി ആദ്യത്തെ ടേം എന്തായിരുന്നു? x1 23.5 കിട്ടി. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24.5. പിന്നെന്താ? പിന്നെയും 1 ആഡ് ചെയ്യുമ്പോൾ 24.5. അടുത്ത എന്ത് വരും? 26.5. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ അടുത്ത സീക്വൻസ്. ഇനി 2 കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്തായിരുന്നു? 2x1 + 3d = 50. ഇതാണ് നമ്മുടെ ബേസ്. ഇതിലോട്ട് നമ്മൾ ഡിക്ക് പല വാല്യൂസ് ഇട്ടാണ് നമ്മൾ 4 അരിത്മെറ്റിക് സീക്വൻസസ് കണ്ടുപിടിക്കുന്നത്. 2x1 + 3d = 50. അപ്പം എത്രയാ? ഇവിടെ ഞാൻ d = 2 എന്ന് കൊടുത്ത്. ഓക്കെ, അപ്പം എത്ര വരും? 2x1 + 3 × 2 6 ആവും അല്ലേ? 50. അപ്പം 2x1 = 50 - 6 എത്ര വരും? 44. ഓക്കെ, 50 ഈ 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ -6 ആവും. അപ്പോൾ 50 - 6 44 വരും. ഇനി x1 = 44 / 2 ഇതെന്ത് വരും? 22. അപ്പോൾ നമുക്ക് x1 22 എന്ന് കിട്ടി. നമുക്ക് d എന്താണ്? 2.
അല്ലേ? വേണമെങ്കിൽ നമുക്ക് 2 ആഡ് ചെയ്ത് അടുത്ത ഇത് കണ്ടുപിടിക്കാം. അപ്പം എത്ര 22 വരും. 2 ആഡ് ചെയ്യുമ്പം 24, 24ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പം 26, 26ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പം 28. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് സം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം ഇത് രണ്ടിൻ്റെ സമ്പ് നമുക്ക് 50 വരും, ഇതിന് രണ്ടിൻ്റെ സം എന്താണ് നമുക്ക് 50 തന്നെ വരും. ഓക്കെ, ഇനി 0, 1, 2. ഇനി നമുക്ക് d = 3. നിങ്ങൾക്ക് ഇത് തന്നെ ഓർഡറിൽ പോകണമെന്നില്ല, d നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, അപ്പം 2x1 + 3d = 50 തന്നെ എടുക്കുക. ഇനി d = ഞാൻ വേണമെങ്കിൽ 4 കൊടുത്തു. അപ്പം എത്രയാണ് 2x1 + 12 വരും. 3 × 4, ഡിയുടെ സ്ഥാനത്ത് 4 കൊടുക്കുമ്പോൾ 3 × 4 12 വന്നു, 50. അപ്പം 2x1 = 50 - 12 എത്ര വരും 38 വരും. ഓക്കെ, 38. അപ്പം x1 = 38 / 2 എത്ര വരും 19 വരും. ഓക്കെ, x1 19 കിട്ടി. ഇനി ആദ്യത്തെ ടേം 19 വന്നു, 19ൻ്റെ കൂടെ ഞാൻ 4 ആഡ് ചെയ്യുക. അപ്പം എത്ര വരും 23 വരും. ഇനി ഇതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പം 27 വരും. ഇതിൻ്റെ കൂടെയും 4 ആഡ് ചെയ്യുമ്പം എത്രയാ 31 വരും. അപ്പോൾ നമുക്ക് അടുത്ത അരിത്മെറ്റിക് സീക്വൻസും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 4 അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ എന്താണ് പെയർസം പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെയർസം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ പൊസിഷൻസ് അല്ലേ, ഇതിപ്പോൾ x1, x2, x3, x4 ആണെന്ന് വെച്ചു. അപ്പോൾ 3 + 2 5 പൊസിഷൻസിൻ്റെ സമ്മ്. അങ്ങനെ ഓരോ പെയർ എടുക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ സമ്മ് എടുക്കുമ്പോൾ സെയിം ആണെങ്കിൽ അതിൻ്റെ സമ്മും സെയിം ആയിരിക്കും, ആ ടേംസിൻ്റെ സമ്മും സെയിം ആയിരിക്കും. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 5 and the sum of the first 6 terms is 105. Calculate the first 6 terms of the sequence. Question എന്താ പറഞ്ഞിരിക്കുന്നത്, the first term of an arithmetic sequence അല്ലേ. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് 5 അല്ലേ. ഇനി the sum of the first 6 terms എന്താ തന്നിരിക്കുന്നത് നമുക്ക് 105. അപ്പോൾ 6 ടേംസിൻ്റെ സമ്മ് നമുക്ക് 105. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 terms ഓഫ് ദ സീക്വൻസ്. നമ്മൾ ആദ്യത്തെ 6 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കതിന് x1, x2, x3, x4, x5, x6 ഇത്രയും ടേംസിൻ്റെ സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഇത്രയും ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്ക് ആകെ x1 5 എന്ന് മാത്രം തന്നിട്ടുണ്ട് അല്ലേ, 5 എന്ന് മാത്രം. നോക്കിക്കേ, നമുക്കിവിടെ പെയർസം പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യാമല്ലോ. നോക്ക്, മൊത്തം 6 ടേംസ് ഉണ്ട്. ഈ x3ഉം x4 എടുത്താൽ എന്താണ് 3 + 4 7 ഉണ്ട്. ഇനി x2ഉം x5 എടുത്തെന്ന് വെച്ചോ, അത് മാർക്ക് ചെയ്യാം. ഇപ്പം ഇതൊരെണ്ണം, ഇതൊരു പെയർ. ഇനി x2 x5 എടുത്താലോ 5 + 2 7 വരും അല്ലേ. ഇത് x2ഉം x5ഉം. ഇനി എന്താണ് നമുക്കുള്ളത് x1ഉം x6ഉം. അത് നോക്കിക്കേ, 6 + 1 7 തന്നെ വരണ്ട അല്ലേ. അപ്പോൾ പൊസിഷൻ സമ്മ് സെയിം 7 ആയിട്ട് എടുത്ത അങ്ങനത്തെ രീതിയിൽ നമ്മൾ പെയർ ചെയ്തു x3 x4ഉം x2 x5ഉം x1 x6ഉം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് x1 x6ഉം എടുക്കുമ്പം ഇതിൻ്റെ x1 എനിക്കറിയാം അല്ലേ. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്യാൻ പോവാം. അപ്പോൾ മൊത്തം നമുക്കിവിടെ എത്ര പെയറുണ്ട് 1 2 3 പെയറുണ്ട്. x3 x4 x2 x5 x1 x6 3 പെയറുണ്ട്. അപ്പം ഒരു പെയറിൻ്റെ സം എന്ത് വരും, മൊത്തം സം എന്താ 105 ആണ്. അപ്പോൾ അങ്ങനെ 3 പെയർസിൻ്റെ സമ്മും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 105 കിട്ടും. അപ്പോൾ ഒരു പെയറിൻ്റെ സം എന്ത് വരും, നമുക്ക് എന്ത് ചെയ്താൽ മതി 105 / 3 ചെയ്താൽ മതി. / 3 എന്താ 3 പെയർസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു പെയറിൻ്റെ സം കിട്ടാൻ. അപ്പോൾ ടോട്ടൽ പെയർസ് എന്ന് പറയുന്നത് 3 ആൻഡ് ടോട്ടൽ സം എത്രയാ, നമുക്ക് ടോട്ടൽ സം എത്രയാണ് തന്നിരിക്കുന്നത് 105 അല്ലേ. അപ്പോൾ 105. അപ്പോൾ എങ്ങനെയാ, അപ്പോൾ സം ഓഫ് 1 പെയർ
എങ്ങനെയാണ്? അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 3 3s are 9, ഇവിടെ 1 വരും, 5 3s are 15. അപ്പോൾ എത്രയാ? നമുക്ക് 35 എന്ന് വരും. ഓക്കെ, 35. ഇനി അപ്പോൾ ഒരു പെയറിൻ്റെ സംബന്ധിച്ച് എനിക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കിക്കേ, നമുക്കിവിടെ x1 എന്താണെന്നറിയാം, അത് തന്നിട്ടുണ്ട് അല്ലേ? x1 എന്താണെന്നറിയാം. അപ്പം x1ഉം x6 എന്നുള്ള പെയർ എടുക്കുകയാണെങ്കിൽ x1 + x6 എന്ത് കിട്ടും? നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഒരു പെയറിൻ്റെ സം എന്താണ്? 35 കിട്ടും. അപ്പം x1 + x6 എന്താണ്? 35. അപ്പം x1 + x6 is equal to 35. x1 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? x1 5 അല്ലേ? അപ്പോൾ 5 + x6 is equal to 35. Then x6 is equal to 35 minus 5 is equal to എത്രയാ? 30 അല്ലേ? 30 കിട്ടും. അപ്പോൾ നമുക്ക് x6 കിട്ടി, x1ഉം കിട്ടി, x6ഉം കിട്ടി. ഇനി 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 2 ടേംസ് അതിൻ്റെ പൊസിഷനും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം x1ഉം x6ഉം ആണ് നമുക്കെന്ന് അറിയാം, പൊസിഷനും അറിയാം, ഫസ്റ്റ് ടേമും 6th ടേമും അല്ലേ? അപ്പോൾ 2 ടേംസും എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താ? x1 എന്ന് പറയുന്നത് 5ഉം x6 എന്ന് പറയുന്നത് 30ഉം അല്ലേ? x1 5ഉം x6 30. അപ്പം എന്താണ്? D is equal to term difference divided by position difference. അപ്പം എത്ര വരും? x6 എന്ന് പറഞ്ഞാൽ 30, x1 5, 6 minus 1 5 തന്നെ വരും. 30 minus 5 25 divided by 5, അതെത്രയാണ്? 5 തന്നെ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി. അപ്പോൾ x1 നമുക്ക് അപ്പം ഫസ്റ്റ് എത്ര ടേംസ് ആണ്? ഫസ്റ്റ് 6 ടേംസ് അല്ലേ? അപ്പോൾ 6 ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട് 5 അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 5, അത് കഴിഞ്ഞൊരു 5 ആഡ് ചെയ്താൽ എത്രയാണ്? 10, 10ൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യുമ്പോൾ 15, 15ൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യുമ്പോൾ 20, 20യുടെ കൂടെ ഒരു 5 ആഡ് ചെയ്യുമ്പോൾ 25. അപ്പോൾ എത്ര ടേംസ് ആയി? x1, x2, x3, x4, x5. ഇനി ഒരെണ്ണം കൂടെ വേണ്ടേ? ഇവിടെ 30. ഓക്കെ, x6 എന്താണ്? 30. ഓക്കെ, അപ്പം നമുക്ക് 6 ടേംസ് ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ? ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? നിങ്ങൾക്കും ഇത് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The sum of the 7th and 8th terms of an arithmetic sequence is 15. അപ്പോൾ sum of 7th and 8th term of the sequence 50. അപ്പോൾ x7ൻ്റെ x8ൻ്റെയും സം 50. ഇനി കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ് അല്ലേ? 14 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് 7ാമത്തെ 8ാമത്തെ ടേംസിൻ്റെ സമ്മ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇപ്പം ഇതിപ്പോൾ പെയർ ചെയ്താണ് നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നമുക്ക് ആ പെയർസും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ഇപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ആ പെയർസും പ്രോപ്പർട്ടി വേണം. അപ്പം എന്താ 7 + 8 എന്ന് വരും, നമുക്ക് 15 വരും അല്ലേ? 7 പൊസിഷൻ സം എന്ന് പറയുന്നത് 15 വന്നു. അപ്പോൾ 15 വരുന്ന രീതിയിലുള്ള പെയർസ് വേറെ ഏതൊക്കെയായിരിക്കും ആ സീക്വൻസിൽ? x1 തൊട്ട് x14 വരെ അല്ലേ? അതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അവിടം വരെയുള്ള ടേംസിൻ്റെ പൊസിഷൻസ് തമ്മിൽ 15 വരുന്ന പെയർസ് ഏതൊക്കെയാണ്? ഇപ്പം x1 എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പെയർ എന്ത് വരും? ഇപ്പോൾ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 15 വരിക? 1ൻ്റെ കൂടെ 14 ആഡ് ചെയ്യുമ്പോൾ. അപ്പം x1ഉം x14 ഒരു പെയർ. പിന്നെന്താണ്? x2 എടുക്കുക. അപ്പോൾ x2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ? x13 അല്ലേ? അപ്പോൾ 13 + 2 ആണ് നമുക്ക് 15 കിട്ടുക. പിന്നെന്താണ്? x3 എടുത്തേ, അതിൻ്റെ കൂടെയോ 14 അല്ലല്ലോ,
നമുക്ക് 12 അല്ലേ, 12 ആഡ് ചെയ്യുമ്പോൾ 3ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ 15. അങ്ങനെ ഇതങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ x4 ആകുമ്പോൾ എന്ത് വരും? x11 വരും. x5 ആകുമ്പോൾ x10 വരും. അങ്ങനെ അങ്ങനെ പോവും. അപ്പോൾ ലാസ്റ്റ് നമുക്കത് x7-ലെത്തും. അതാണ് x7 x8 എന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു പെയറിൻ്റെ സമ്മ് 50ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ്? x1ഉം x14ൻ്റെയും സമ്മ് എന്തായിരിക്കും? 50. ഇതിൻ്റെയും സമ്മ് എന്തായിരിക്കും? 50. ഇതിൻ്റെയും സമ്മ്. അങ്ങനെ എല്ലാ പെയറിൻ്റെയും 50 തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ എത്ര പെയേഴ്സ് ഉണ്ട് ഇവിടെ? x1ഉം x14, x1 വെച്ച് ഇത് x2ൻ്റെ കൂടെ വരണം, x3ൻ്റെ കൂടെ, ലാസ്റ്റ് വന്നിരിക്കണം x7ൻ്റെ കൂടെയാണ്. അപ്പം x1, x2, x3, x4, x5, x6, x7 അങ്ങനെ 7 പെയേഴ്സ് ഉണ്ടാവും. അല്ല, x7 ആണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ 7 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പെയറിൻ്റെ 50 ആണെങ്കിൽ സം ഓഫ് 7 പെയേഴ്സ് എത്രയായിരിക്കും? അപ്പോൾ സം ഓഫ് 7 പെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു സം ഓഫ് 14 ടേംസ് തന്നെ അല്ലേ? 14 ടേംസ് അല്ലേ? 14 ടേമിൻ്റെ സമ്മായിരിക്കുമല്ലോ ഈ എന്താണ്? ഈ 7 പെയറിൻ്റെ സമ്മ്. അപ്പോൾ ഒരു പെയർ നമുക്ക് എന്താണ്? 50. അപ്പോൾ സം ഓഫ് 7 പെയർസ് എത്രയാ? ഈക്വൽ ടു 50 ഇൻറ്റു 7 പെയർസ്. 50 എന്താണ്? ഒരു പെയറിൻ്റെ സം. അപ്പോൾ എത്ര? 7 5 35, 350. അപ്പോൾ എത്രയാണ് സം ഓഫ് 14 ടേംസ് എന്ന് പറയുന്നത്? 350 വരും. ഓക്കെ, എളുപ്പമല്ലേ? ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അപ്പം എന്താണ്? നമുക്ക് താഴെ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസസിൻ്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ്? ആദ്യത്തെ ഇതെന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് ടേം ഇസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഇസ് 300. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം 30 എന്നും തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ്? 30 എന്നും ഫസ്റ്റ് 3 ടേംസിൻ്റെത് സമ്മ് 300 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമുക്കറിയാം 3 ടേംസ് എന്ന് പറയുമ്പോൾ x1 + x2 + x3 ആണ് നമുക്ക് 300 എന്ന് തന്നിരിക്കണം. അപ്പോൾ നോക്കിക്കേ, 3 ടേംസാണ്. 3 എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കൺസിക്യൂട്ടീവ് ടേംസ് അല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്? മിഡിൽ ടേം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലേ? മിഡിൽ ടേം പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഈ 3 ടേംസിൻ്റെ സമ്മും എന്താണ്? അതിൻ്റെ മിഡിൽ ടേം ഇൻറ്റു എത്രയാ? നമ്പർ ഓഫ് ടേംസാണ്. എന്ന് വെച്ചാൽ ആ മൊത്തം ടേംസിൻ്റെ സമ്മെന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? അപ്പോൾ എത്രയാ? സമ്മ് നമുക്ക് 300 എന്നുണ്ട്. മിഡിൽ ടേം എന്താണ്? x2 അല്ലേ? ഇവിടുത്തെ മിഡിൽ ടേം x2 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 3. അപ്പോൾ എത്രയാ? 3x2 ഇസ് ഈക്വൽ ടു 300. അപ്പോൾ ഇവിടെ x2 എന്താണ്? 300/3. അപ്പോൾ എത്രയാ? 100. അപ്പോൾ x2 നമുക്ക് 100 എന്ന് കിട്ടി. അപ്പോൾ x1 30 എന്ന് കിട്ടി, x2 100 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വരും? അപ്പോൾ തൊട്ടടുത്ത ടേംസാണ് അല്ലേ? x1ഉം x2. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് നേരെ ഇങ്ങനെ x2 - x1 എടുത്താൽ പോരെ? അപ്പം എന്താ? 100 - 30. 100 - 30 എത്ര വരും? 70. അപ്പോൾ കോമൺ ഡിഫറൻസ് 70 വന്നു. അപ്പോൾ നമുക്ക് x1 30 എന്ന് കിട്ടി, x2 100 എന്ന് കിട്ടി അല്ലേ? x1 30 എന്ന് കിട്ടി, x2 100 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ എത്രയുള്ള? 70 എന്ന് നമ്മുടെ കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ x3 എന്ത് വരും? 100 + 70 ഇതാ പോരെ? എത്ര? 170. അപ്പോൾ 3 ടേംസ് അല്ല, ആദ്യത്തെ 3 ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The first term is 30 and the sum of the first 4 terms is 300. അപ്പോൾ ആദ്യത്തെ ടേം 30യും ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 300. അപ്പോൾ എത്രയാ? x1 30 എന്നുണ്ട്,
S4 അല്ലേ 300. അപ്പോൾ നോക്കിക്കേ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ആണ് നമുക്ക് എന്ത് 300. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ ഇത് നമുക്ക് പെയർസ് ആക്കാൻ പറ്റില്ലേ? ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണല്ലോ. അപ്പോൾ നമുക്കിത് പെയർസ് ആക്കാൻ പറ്റും. അതെങ്ങനെയാണ്? x2 x3 എന്നും x1 x4 എന്നും. കാരണം എന്താ 3 + 2 പൊസിഷൻ സമ്മ നോക്കിക്കേ 3 + 2 5 4 + 1 5. അപ്പം എന്താ നമ്മുടെ പെയർസ് x1ഉം x4ഉം പിന്നെ ഏതാണ് x2ഉം x3ഉം. ഇതാണ് നമ്മുടെ പെയർസ്. അപ്പോൾ എന്താ മൊത്തം 2 പെയർസ് ഉണ്ട്. അപ്പോൾ ഒരു പെയറിൻ്റെ സം എന്ത് വരും? മൊത്തം സം വന്നിരിക്കുന്നത് 300. അപ്പോൾ സം ഓഫ് 1 പെയർ എന്ത് വരും? 300 ഡിവൈഡഡ് ബൈ 2 അത് എത്രയാ? 150. ഓക്കെ, 150 ആണ് ഒരു പെയറിൻ്റെ സം. അപ്പം നോക്കിക്കേ, ഞാൻ ഈ x1 x4 എടുക്കുക. ഈ പെയറിൽ എനിക്ക് x1 അറിയാം അല്ലേ 30 എന്ന്. അപ്പോൾ ആ പെയറിൻ്റെ സം x1 + x4 എന്താണ് 150 എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് x4 കണ്ടുപിടിക്കാൻ പറ്റൂലേ? അപ്പം ഞാൻ എന്തേ x4 കണ്ടുപിടിക്കാം. അപ്പോൾ x1 + x4 = 150. ഇപ്പോൾ 150 അല്ലേ നമുക്ക് സം കിട്ടിയിരിക്കുന്നത്? സം ഓഫ് 1 പെയർ 150 എന്ന് കിട്ടിയിട്ടുണ്ട്. x1 എത്ര? 30 + x4 = 150. x4 = 120. ഓക്കെ, അപ്പോൾ നമുക്ക് x4 120 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം എന്ന്. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമുക്ക് x4 കിട്ടണം, 4ാമത്തെ ടേം. അപ്പം ഇത് ആദ്യത്തെ ടേമും നമുക്കറിയാം. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താ ഈസി ആയിട്ട് 3 ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ds = ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ത് വരും? ഇവിടെ നമുക്ക് x4 - x1 / 4 - 1 എന്നെടുക്കാം. അപ്പോൾ എത്രയാ? x4 120, x1 എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട് അല്ലേ? 4 - 1 3. ഇനി 120 - 30 എത്ര വരും? 90 വരും. ഓക്കെ, 90 ഡിവൈഡ് ബൈ 3 അത് എത്രയാ? 30. അപ്പോൾ കോമൺ ഡിഫറൻസ് 30 വന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ ടേം എന്താണ്? 30 അല്ലേ? x1 30. ഇനി x2 എന്താണ്? 30യുടെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? 30 + 30 60. ഇനി x3 എന്ത് വരും? ഈ 60യുടെ 30 ആഡ് ചെയ്താൽ പോരെ? അപ്പം 90. അപ്പം നമ്മുടെ ടേംസ് എന്തൊക്കെയാണ്? 30 60 90. ആദ്യത്തെ 3 ടേംസ്. ഓക്കെ, അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? ദ ഫസ്റ്റ് ടേം ഇസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഇസ് 300. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30 എന്ന്. ഇവിടെ എന്താണ്? ഫസ്റ്റ് 5 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മാണ് 300 തന്നിരിക്കണം. അപ്പം എന്താണ്? x1 = 30 എന്നും ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 300 എന്നും തന്നിട്ടുണ്ട് അല്ലേ? യെസ്, 300. ഇനി അപ്പം എന്താ? x1 x2 അല്ല x1 + x2 + x3 + x4 + x5 ആണ് എന്ത്? 300. അപ്പം ഇത് നോക്കിക്കേ, ഇതിൽ മിഡിൽ അല്ല, നമുക്കിവിടെ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. 5 ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡ് അല്ലേ? ഓഡ് നമ്പർ ഓഫ് ടേംസാണ് അല്ലേ? അപ്പം എന്താ നമുക്കിവിടെ മിഡിൽ ടേം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. മിഡിൽ ടേം പ്രോപ്പർട്ടി എങ്ങനെയാണ്? x3 ഇപ്പം x3 ആണ് നമ്മുടെ മിഡിൽ ടേം എങ്കിൽ x3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? നമ്മുടെ സം ആയിരിക്കും അല്ലേ? സം. അപ്പം സം = മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. സം എത്ര? 300 = മിഡിൽ ടേം എന്താണ്? x3 × n. അപ്പം എത്രയാ? 300 = n എന്ന് പറയുന്ന 5 ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ 5x3. ഓക്കെ, ഇനി x3 = 300/5 എത്ര വരും? 60. ഓക്കെ, അപ്പം നമുക്ക് x3
60 എന്ന് കിട്ടി. അപ്പം x1 ഉണ്ട് x3 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കോമൺ ഡിഫറൻസ്? x1 30 എന്നും x3 60 എന്നും ഉണ്ട്. നോക്കിയേ, d is equal to x3 minus x1 by 3 minus 1. അപ്പം എത്ര? x3 എന്ന് പറയുന്നത് 60, x1 എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 3 minus 1 2. അപ്പം എത്ര? 30 ഡിവൈഡഡ് ബൈ 2 15. നമ്മുടെ കോമൺ ഡിഫറൻസ് 15 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ആദ്യത്തെ 3 ടേംസ് എന്ത് വരും? ആദ്യത്തെ ടേം 30, 30യുടെ കൂടെ ഞാൻ 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 45, 45ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ 60. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടി. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? The first term is 30 and the sum of the first 6 terms is 300. അപ്പം സെയിം തന്നെ. ഫസ്റ്റ് ടേം എന്താണ്? 30, ഫസ്റ്റ് 6 ടേംസിൻ്റെ സം അല്ലേ? S6 എന്ന് പറയുന്നത് 300. അപ്പം എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 എന്ന് പറയുന്നത് 300. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ്. അപ്പം നമുക്കിവിടെ പെയർ സം പ്രോപ്പർട്ടി ആയിരിക്കും എളുപ്പം. ലൈക്ക് അതാണ് കൺവീനിയൻറ്റ്. അപ്പം എന്താണ്? നമുക്ക് പൊസിഷൻ സം വരുന്ന അല്ലേ, സെയിം വരുന്ന ടേംസ് ഒക്കെ എടുക്കാം. ഇപ്പം 3ഉം 4ഉം ഒരെണ്ണം, 2ഉം 5ഉം ഒരെണ്ണം, 1ഉം 6ഉം ഒരെണ്ണമായിട്ട് എടുക്കാം. കാരണം 4 + 3 7, 5 + 2 7, 6 + 1 7 തന്നെ. അപ്പം എന്താ? ഈ ഓരോ പെയറിൻ്റെ സമ്മും എങ്ങനെ ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്താണ്? സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കാം അല്ലേ? സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം. ഒരു പെയറിൻ്റെ സം എങ്ങനെയായിരിക്കും? മൊത്തം നമുക്ക് 300 ഉണ്ട്. 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർസ് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് ഒരു പെയറിൻ്റെ സം കിട്ടും. അപ്പം മൊത്തം 300 ഡിവൈഡഡ് ബൈ എത്ര പെയർസ് ഉണ്ട്? 1 2 3 അല്ലേ? 1 2 3 അപ്പം 3. അപ്പം എത്രയാ? 100. ഓക്കെ, എത്രയാണ്? 100. 300 ഡിവൈഡഡ് ബൈ 3 100. ഇനി ഒരു പെയറിൻ്റെ 100 ആയിട്ട് കിട്ടി. നമുക്ക് നോക്കിയേ, x1 നമ്മുടെ കയ്യിലുണ്ട് 30 എന്ന്. അപ്പം x1ഉം x6ഉം ഒരു പെയർ അല്ലേ? അപ്പോൾ x1 + x6 എന്താ? നമുക്ക് 100 വരും. അപ്പം അതിൽ നിന്ന് നമുക്ക് x6 കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ എന്തേ, x1 + x6 is equal to 100. അപ്പം എത്രയാ? x1 നമുക്ക് തന്നിട്ടുണ്ട്, അതെത്രയാണ്? 30 plus x6 equal to 100 and x6 is equal to 100 minus 30 is equal to 70. ഓക്കെ, അപ്പം നമുക്ക് x6 70 കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് വേണം. അതാകുമ്പോൾ നമുക്ക് x1ൽ നിന്ന് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് നമുക്ക് ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാം. അതിനാണ് ഞാൻ ഈ x6 ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പം d is equal to എത്രയാ? x6 minus x1 ഡിവൈഡഡ് ബൈ 6 minus 1. x6 എന്താണ്? 70 ഇപ്പം നമുക്ക് കിട്ടി. x1 എന്താണ്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 30 ഡിവൈഡഡ് ബൈ 6 minus 1 5. 70 minus 30 എത്രയാ? 40 ഡിവൈഡഡ് ബൈ 5 is equal to എത്രയാ? 8. 40 ഡിവൈഡഡ് ബൈ 5 8 കിട്ടും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 8 കിട്ടി. അപ്പം നമ്മുടെ കയ്യിൽ ആദ്യത്തെ ടേം എന്തായിരുന്നു? 30 എന്നുണ്ട് അല്ലേ? ആദ്യത്തെ ടേം 30 എന്നുണ്ട്. അപ്പോൾ x1 x2 x3 ആദ്യത്തെ 3 ടേംസ് മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ ടേം നമുക്ക് 30 എന്നുണ്ട്. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് നമുക്ക് 8 കിട്ടി. അപ്പം 8 കിട്ടിയെങ്കിൽ അടുത്ത ടേംസ് എന്ത് വരും? 30 + 8 38. 38ൻ്റെ കൂടെ നമ്മൾ ഒരു 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 46. ഓക്കെ, അപ്പോൾ 30 38 46 അതാണ് നമ്മുടെ ആദ്യത്തെ 3 ടേംസ് ആ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പം പെയർസൺ പ്രോപ്പർട്ടി, മിഡിൽ ടേം പ്രോപ്പർട്ടി ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ സെഷനിൽ ഇതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ഇല്ലെന്ന് കരുതുന്നു. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം. സോ എല്ലാവർക്കും
ബൈ.